സംസ്ഥാനത്ത് പ്രതിസന്ധി നേരിടുന്ന മെഡിക്കൽ കോളേജുകൾ മാത്രമല്ല, ആദിവാസി സമൂഹവും തോട്ടം തൊഴിലാളികളുമൊക്കെ ആശ്രയിക്കുന്ന ചില സർക്കാർ ആശുപത്രികളുമുണ്ട്. അവയുടെയും പ്രവർത്തനം പ്രതിസന്ധിയിലാണ്. അതിലൊന്നാണ് ഉപ്പുതറ സാമൂഹികാരോഗ്യ കേന്ദ്രം. ആവശ്യത്തിന് ഡോക്ടർമാരോ ജീവനക്കാരോ ഒന്നുമില്ല. അതിനൊപ്പം ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് പോലും ഇല്ലാത്ത അവസ്ഥയുമുണ്ട്. ഉപ്പുതറയിലുള്ളവർക്ക് ചികിത്സ കിട്ടണമെങ്കിൽ കിലോമീറ്ററുകൾ താണ്ടി സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കണം. നടുവേദനയായി 2-3 ദിവസമായിരുന്നു. ഇപ്പം വന്നിട്ട് ഡോക്ടറില്ല, തിരിച്ചു പോവുക. ഇനി കട്ടപ്പനയ്ക്കോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകാം. ആയിരക്കണക്കിന് വരുന്ന ആദിവാസി കുടുംബങ്ങൾക്കും തോട്ടം തൊഴിലാളികൾക്കും ആശ്രയമായ ഇടുക്കി ഉപ്പുതറ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ അവസ്ഥ ഇതാണ്. ദിവസേന ചികിത്സ തേടിയെത്തുന്നത് 300-ലധികം രോഗികൾ. ഇപ്പോൾ വരുന്നവരെല്ലാം ചികിത്സ കിട്ടാതെ മടങ്ങിപ്പോകേണ്ട അവസ്ഥ. അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ വന്ന അമ്മയ്ക്ക് സ്ഥിരമായിട്ട് മരുന്ന് മേടിക്കുന്നത് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും മരുന്ന് കിട്ടുകയുള്ളൂ. ആ മരുന്ന് മേടിക്കാൻ വന്നപ്പോൾ ഇവിടെ ആളില്ല. എന്നാ ചെയ്യുന്ന അറിയത്തില്ല. അവരോട് ചോദിച്ചാലേ അറിയത്തില്ല ഇനി എന്നാണ് അടുത്ത നടപടിക്രമം. സംസ്ഥാനത്തെ ആദ്യകാല ആശുപത്രികളിൽ ഒന്നാണ് പീരുമേട് താലൂക്കിലെ ഉപ്പുതറയിലെ ഈ ആശുപത്രി. ഒരു ഡിസ്പെൻസറിയായിരുന്നു തുടക്കം. ഇപ്പോൾ ഇത് സാമൂഹിക ആരോഗ്യ കേന്ദ്രമാണ്. എല്ലാവിധ ആധുനിക സംവിധാനങ്ങളുമുണ്ട്. പക്ഷേ ആവശ്യത്തിന് ഡോക്ടറും ജീവനക്കാരുമില്ല. ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഹൈറേഞ്ചിലെ ആദ്യത്തെ കുടിയേറ്റ മേഖല ഉപ്പുതറ. ഇവിടെ ഉപ്പുതറ പഞ്ചായത്തിലെ 18 വാർഡിലെയും ആദിവാസി മേഖല ഉൾപ്പെടുന്ന കണ്ണമ്പടിയിലേക്ക് ആൾക്കാർക്ക് ഒരു അഭയ കേന്ദ്രമായിരുന്നു. ഇന്ന് ഒരു പനി വന്നാൽ ചികിത്സിക്കാൻ മേലാത്ത അവസ്ഥയാണ്. കാരണം ആകെ ഇപ്പോൾ ഇവിടെ ഒരു ഡോക്ടർ മാത്രമേ ഉള്ളൂ. 5 ഡോക്ടർമാർ വേണ്ടിയിടത്ത് ആകെയുള്ളത് ഒരു മെഡിക്കൽ ഓഫീസർ. ഇദ്ദേഹത്തിനാകട്ടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ സേവനം നാട്ടുകാർക്ക് കിട്ടുന്നത് 1 മണിവരെ മാത്രം. ഈ ഒരു പ്രതിസന്ധി കാരണം സാധാരണക്കാരായ ആളുകൾ കിലോമീറ്റർ യാത്ര ചെയ്ത് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ്. ഇപ്പോഴും മഴക്കാലം അടുത്ത് വന്നതോടുകൂടി പല സാംക്രമിക രോഗങ്ങളും പ്രാദേശികമായിട്ടെല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേനും ഈ 10-15 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആൾക്കാർ ആശ്രയിക്കുന്ന ഈ ഒരു ആശുപത്രിയിൽ ഒരൊറ്റ ഡോക്ടറിനെ മാത്രം നിലനിർത്തിക്കൊണ്ട് ഈ ആശുപത്രി മുന്നോട്ട് പോകുന്നത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ അതേപോലെ തന്നെ ആരോഗ്യ വകുപ്പും കാണിക്കുന്ന അനാസ്ഥ മൂലമാണെന്നാണ് പറയാൻ സാധിക്കുന്നത്. ഡോക്ടർമാരും ജീവനക്കാരും ഇല്ലാത്തത് മാത്രമല്ല, മരുന്നുക്ഷാമവും നേരിടുന്നു. സ്ഥിരമായി വിതരണം നടത്തേണ്ട ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് പോലും ഇല്ലെന്ന ബോർഡുകളാണ് ആശുപത്രിയിൽ എത്തുമ്പോൾ കാണാൻ സാധിക്കുക. കേരളത്തിന്റെ ആരോഗ്യ മേഖല ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോഴാണ് അടിസ്ഥാന വിഭാഗങ്ങൾക്ക് പോലും ചികിത്സ ലഭിക്കാതെ ഒരു ആശുപത്രി ഇവിടെ പ്രവർത്തിക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് നാട്ടുകാരും രോഗികളും മുന്നോട്ട് വയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.